ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഞാൻ വൈകുന്നേരം ഇത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തേജുവാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഇതാ കറികളെല്ലാം ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം കുറച്ച് സമയം ഒന്ന് കിടന്നെല്ലാം എണീച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളെല്ലാം നോക്കൽ. അപ്പം പരിപ്പും വെള്ളരിയാണ് കറി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള വെള്ളം അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട്. വൈകുന്നേരമാണ് കേട്ടോ കൂടുതൽ പണിയുള്ള പോലെ എനിക്ക് തോന്നൽ. ചില സമയങ്ങളിലെ വൈകുന്നേരം ഒരുപാട് എടുത്താലും തീരാത്തത്ര പണികളുണ്ടാവും. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കൂടണേ. അപ്പോൾ ഞാനിതാ നമ്മളെ ഒരു കൈപ്പക്ക വറവാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. വേറെ ഇന്ന് മീനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ. പിന്നെ ഒരു ബാജിക്കറി ഉണ്ടായിന് രാവിലത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം മക്കൾക്ക് ദോശയാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം എടുത്തിട്ട് ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ അത് ചൂടാക്കിയ പാത്രത്തിലുള്ളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതെല്ലാം ഒന്ന് തേച്ച് വടിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചൂടാക്കി വരുമ്പോഴത്തേക്ക് നമ്മളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേജു വന്ന് ആദ്യം സ്കൂളിൽ നിന്ന് വരുവേ, പിന്നെ ദേവൂട്ടം വരുവേ. അപ്പം പാത്രങ്ങളെല്ലാം ഞാൻ സിങ്കിലിട്ടിട്ടുണ്ട്. കഞ്ഞിവെള്ളമെല്ലാം മറിച്ച് ചില സമയം മുറ്റത്ത് ഏതെങ്കിലും ചെടീൻ്റെ മേലെല്ലാം ഒഴിക്കുക. പിന്നെ ഇപ്പം ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല, വേഗം ഒന്ന് തേച്ച് വടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ദേവൂട്ടനൊന്ന് സ്കൂളിലേക്ക് കൂട്ടാൻ പോണേ. അപ്പം ഏട്ടൻ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം പിന്നെ അവരിന്ന് കായിക മേളക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ദേവൂട്ടൻ ഓട്ടത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടം അല്ല റിലേ, അപ്പോൾ അതിനുണ്ടായിന്. അപ്പോൾ പിന്നെ ടീച്ചർ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂട്ടി സർവീസിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഓട്ടോനാണ് പോകേണ്ടത്. അതുകൊണ്ട് വേഗം പണിയെല്ലാം ഒന്ന് ഒരുക്കി വെക്കുന്നുണ്ട്. ഞാൻ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേജുവിന് വേഗം അഥവാ പിന്നെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്യൂഷന് പോകണം. അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ ഒന്ന് തിന്നാണ്ട് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു 2 ബുൾസി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് തിരക്കിലങ്ങ് ആക്കുന്നതാണ്. വണ്ടിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരമാണിതാ ഒരു സംഭവം നടക്കുന്നത്. എൻ്റെ മുട്ട ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇതായിപ്പോയി. നമ്മൾ ധൃതിപ്പെട്ടിട്ടെല്ലാം ആക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറേ അങ്ങ് നിലത്തും പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ആ ഒരു തിരക്കിനിടയിൽ അതും ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോ പുറത്ത് വന്നിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഞാൻ വരുമ്പോഴത്തേക്ക് പിന്നെ തേജു ചിലപ്പം ട്യൂഷന് പോകും. അപ്പം പിന്നെ ഒന്ന് തിന്നാണ്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഓനെന്തെങ്കിലും ഗ്യാസെല്ലാം തുറന്നിട്ട് ആക്കും. അപ്പം പിന്നെ ടെൻഷനല്ലേ. വണ്ടി ഇങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് വണ്ടി ഇല്ലാണ്ട് ഓട്ടോനെല്ലാം വിളിക്കുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. നമ്മളതന്നെ ശീലമായില്ലേ. ഓട്ടോന് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഒരു 120 രൂപ അല്ലെങ്കിൽ 160 രൂപ അങ്ങനെയല്ലാവേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടിയാണ് ഓട്ടോന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നിവൃത്തിയില്ലാത്ത സമയം നമ്മൾ വേറെ എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാനിതാ ദേവൂട്ടൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞുകൊണ്ട് മക്കളെല്ലാം പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ദേവൂട്ടൻ കുറച്ച് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അവർ തലശ്ശേരിയാണ് കേട്ടോ മത്സരത്തിന് പോയിട്ടുണ്ടായിന്. ദേവൂട്ടൻ്റെ അച്ഛനും അച്ഛമ്മയും ആൻറ്റിമാറും എല്ലാം പഠിച്ച ഒരു പഴയ സ്കൂളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരെ തറവാട് വീടും വരുന്നത്. അപ്പോൾ അങ്ങനെ പഴയ ഒരു സ്കൂളാണിത്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോന് തിരിച്ച് വരുന്നുണ്ട്. വരുന്ന വഴിക്ക് ആൻറ്റീൻ്റെ ബേക്കറിയിൽ കയറിയിട്ട്, ആൻറ്റിയുടെ ബേക്കറിയിലാണ് ദേവൂട്ടൻ്റെ ആൻറ്റി. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങി. കട്ട്ലറ്റ് വാങ്ങാനാണ് പോയിന്. എനിക്ക് വിശക്കുന്നമ്മേ കട്ട്ലറ്റ് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് കട്ട്ലറ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ 2-3 സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മളിതാ തിരിച്ച് വരുന്നുണ്ട് വീട്ടിലേക്ക്. പിന്നെ ദേവൂട്ടന് ചായയെല്ലാം കൊടുത്തു. തേജു ട്യൂഷന് പോയി. പിന്നെ ഞാൻ കുറച്ച് തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടായിനെ. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി അമ്മേൻ്റെ റൂമിലാണ് തുണിയെല്ലാം കൊണ്ടുപോയിക്കുക. നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് പിന്നെ ഞാനത് ആടെ തന്നെ മടക്കിയിട്ട് പിന്നെ അലമാരയിലേക്ക് വെക്കുകയാണ് ചെയ്യും. അമ്മ എപ്പം തേജുവിനെ കൊണ്ടേ വീഡിയോ എടുപ്പിക്കൂലോ, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കൂല എന്നുള്ളതാണ് ദേവൂട്ടൻ്റെ പരാതി. അപ്പോൾ ഞാൻ ആ പരാതി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാ നീ എടുത്തത് അമ്മേൻ്റെ വയ്യെ തന്നെ വാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ദേവൂട്ടനാണ് കേട്ടോ വീഡിയോ പിന്നെയുള്ളതെല്ലാം കുറച്ചെല്ലാം എടുത്തുന്നത്. അപ്പോൾ അതിങ്ങനെ കാണാൻ മാത്രം ഉണ്ട് വീഡിയോസെല്ലാം. എടുക്കാൻ പറഞ്ഞതൊന്നും ആയിരിക്കുമല്ലോ അവൻ എടുക്കും. അതിൻ്റെ അപ്പുറത്തെ പറമ്പിലുള്ളതല്ലാന്ന് വരിക. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് അമ്മ ആടെ പോയി കഴിഞ്ഞാൽ നീ എടുക്കണം, ഈടെ വന്നാലും നീ എടുക്കണം എന്നല്ല. അപ്പോൾ അതുപോലെയെല്ലാം ഒരുവിധമെല്ലാം എടുത്തിട്ടുണ്ട്. കുറേ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിറകെല്ലാം നമ്മൾ ഇടിയാന്നേ വെക്കൽ. പിന്നെ ഞാൻ ആടുന്ന വൈകുന്നേരം നമ്മൾ ആ ഒരു ബക്കറ്റിലാക്കിയിട്ട് വിറകെടുക്കും. എന്നിട്ട് പിന്നെ അത് തീർന്നിട്ടാകുമ്പം തിരുന്നേനെ അങ്ങനെ അതിൽ നിറച്ചിട്ട് കൊണ്ടുപോക്കാന്നേ. പിന്നെ അതെടുത്തിട്ട് അടുപ്പിൻ്റെ അടിയിൽ ആടെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കും. പിന്നെ വിറകെടുത്തിട്ട് ഇതാ അടുപ്പിൻ്റെ അടിയിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതാ പിള്ളേർക്ക് വൈകുന്നേരം കുളിക്കാനുള്ള ചൂടുവെള്ളം ആക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പ് ഒന്ന് തീ പൊന്തിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ വേഗം വന്നിട്ട് ഒന്ന് അടിച്ച് വരുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 5 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വിളക്ക് വെക്കാനുള്ള സമയമെല്ലാം ഏകദേശം ആയല്ലോ. അപ്പോൾ ദേവൂട്ടൻ ഇതാ തേജ് ട്യൂഷന് പോയതുകൊണ്ട് കളിക്കാൻ ആരുമില്ലായിട്ട് TV കാണലാന്നേ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ അടിച്ച് വാരലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ വേഗം ഒന്ന് തല കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ തേക്കലും പരിപാടികളെല്ലാം
ഏട്ടൻ മീനാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേഗം മുറിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാത്തുക്കുന്നത്. അപ്പോൾ തലയെല്ലാം കുളിച്ച് വരുമ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടേ. അപ്പോൾ വരുന്ന വഴിക്ക് മീനെല്ലാം വാങ്ങിയിട്ടാണ് ഇങ്ങനെ രാത്രി കൊണ്ടുവരും വയ്യാട്ടോ നാളത്തേക്കുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങിയിട്ട് വേഗം കാത്തുകൊണ്ടേക്കുന്നുണ്ട്. കുറേ ആയി കേട്ടോ ഇളമ്പക്ക കിട്ടിയിട്ട്. മറ്റേ ഇളമ്പക്ക തന്നെയാണ് അധികം വാങ്ങൽ. ഇപ്പോൾ കുറച്ചായി വാങ്ങാത്തത്. അപ്പോൾ ഇളമ്പക്ക ഉണ്ട്, പിന്നെ മത്തിയും അയിലയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പം വേഗം ഒന്ന് തലയും കുളിച്ചിട്ട് പിന്നെ മുറിച്ച് വെക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നതാണ്. അപ്പം പിന്നെ നാളെ മക്കൾക്ക് ലീവാണ്, അതുകൊണ്ട് പിന്നെ വലിയ തിരക്കില്ല, പഠിക്കാനൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിലിടയ്ക്ക് തന്നെ വേഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഒന്ന് എടുത്ത് പുറത്തിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ എനിക്കിപ്പം ജിമ്മിലെല്ലാം പോകേണ്ട ആ ഒരു തിരക്കെല്ലാം ഞാൻ പിന്നെ ഇന്ന് തന്നെ കട്ട് ചെയ്യുന്നത്. പിന്നെ ഏട്ടൻ്റെ എല്ലാം ഡ്യൂട്ടിക്കെല്ലാം പോകുമ്പോൾ ചോറെല്ലാം കൊണ്ടുപോകണമല്ലോ. അപ്പം എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇളമ്പക്ക എടുത്തിട്ട് കഴുകി വെക്കുന്നുണ്ട്. പണ്ട് നമ്മൾ പഴയ വീട്ടിലുള്ള സമയം ഈ ഇളമ്പക്ക കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്നറിയാം, ഇതിൽ നിന്ന് 3-4 ഇളമ്പക്ക നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് നമ്മൾ ആ തോടോടെ തന്നെ ഒരു ദിവസം ഞാൻ ആ റെസിപ്പി കാണിച്ചു തരാം. തോടോടെ തന്നെ അത് കഴുകി പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, പുളിവെള്ളം എല്ലാം ഒഴിച്ചിട്ട് കറി വെക്കും, കടുകെല്ലാം വറുത്തിട്ടിട്ട്. അതിന് പറയാം ഓടഞ്ചാറെന്നാണ്. നല്ല ടേസ്റ്റാണ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെ അമ്മക്കെല്ലാം അറിയാമല്ലോ, അതിൽ ചിലതിൽ ഇങ്ങനെ മണ്ണെല്ലാം ഉള്ളതുണ്ടാവും, ചിലതിൽ നല്ലതായിരിക്കും. അപ്പോൾ മണ്ണില്ലാത്തത് ഇവർക്ക് പ്രായമുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരാണ് കേട്ടോ അത് എടുത്ത് തരുക. മണ്ണുള്ളതെല്ലാം വന്നു കഴിഞ്ഞാൽ പോയല്ലോ കറി. അപ്പം അങ്ങനെ ഒരു നല്ല ടേസ്റ്റി ഓടഞ്ചാറ് എന്നിട്ടൊരു കറി ആക്കലുണ്ട് ഈ ഇളമ്പക്ക കിട്ടിക്കഴിഞ്ഞാൽ. പണ്ട് പഴയ വീട്ടിലുള്ള സമയത്ത് പ്രത്യേകിച്ചിട്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിക്ക് ചൂടോടെ ആ കറിയും കൂട്ടിയിട്ടെല്ലാം ചോറ് തിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇളമ്പക്കയിൽ അട വേവാൻ വെച്ചിട്ട് ഞാനിതാ ബാക്കിയുള്ള മീനെല്ലാം ഒന്ന് മുറിച്ച് വെച്ചു. പിന്നെ വൈകുന്നേരം പിന്നെ വേറെ കടിയൊന്നും ആക്കിയിട്ടില്ലേ, കുറച്ച് എണ്ണക്കടികളെല്ലാം ഉണ്ടായിരുന്നു, ഞാൻ വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ അതെല്ലാം കൊടുത്തത്. പിന്നെ നാളത്തേക്കുള്ള ഇഡ്ഡലീൻ്റെ മാവ് ഒന്ന് അട പുതിർത്ത് വെക്കുന്നുണ്ട്. ഏട്ടന് പിന്നെ നൈറ്റിൽ ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഒരു 2 ഗോതമ്പ് ദോശ ഏട്ടന് മാത്രം ചുട്ടു കൊടുത്തേ. അപ്പോൾ സന്ധ്യക്കുള്ള ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഇളമ്പക്ക നുള്ളാൻ നിന്നിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദേവൂട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ദേവൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്, കുറേ സമയം തുടങ്ങിയിട്ട് അമ്മയെ വാ ക്ലീൻ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ രണ്ടാളും കൂടി വന്നിട്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഈ ഇളമ്പക്ക കറി വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചാറെടുക്കും കേട്ടോ. പക്ഷേങ്കിൽ ചാറെടുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഇളമ്പക്ക കഴുകണം. 5-6 വെള്ളത്തിൽ കഴുകി മണ്ണൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം. പിന്നെ നമ്മൾ കൈ കുത്തുന്നതിലിടയ്ക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ആദ്യം ഒന്ന് മാറ്റി വെക്കണം, ഇതിൻ്റെ ആ ഒരു നീരില്ലേ. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ അതും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ കറി വെക്കുക. ഒരു 1-1.5 ടേസ്റ്റാണ് ഈ ഇളമ്പക്ക കറി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു 9 മണിയെല്ലാം ആയ സമയത്ത് ഞാനിത് മക്കൾക്ക് ചോറും എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ടയും പൊരിച്ചിട്ടുണ്ട്. നമ്മളെ വെള്ളരിക്കക്കറിയാണ്, കൈപ്പക്കയാണ്, അതുകൊണ്ട് മക്കളതൊന്നും കൂട്ടൂല. അതുകൊണ്ട് അതാണ് കേട്ടോ ഞാൻ കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ അവസാനത്തെ പണിയാണിത് അടുക്കളയിൽ. അപ്പം അരി അരക്കാൻ വേണ്ടിയിട്ട് നാളത്തേക്കുള്ള ഇഡ്ഡലീൻ്റെ മാവ് അരക്കുന്ന പരിപാടിയിലുള്ളത്. അപ്പോൾ അതും കൂടി അരച്ച് വെച്ചിട്ട് ഉള്ള പാത്രങ്ങൾ അത്രയൊന്നും ഉണ്ടാവില്ല, അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇഡ്ഡലീൻ്റെ മാവെല്ലാം അരച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പം അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.